നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ കഴിയ കുക്കറിലോട്ട് നമ്മുടെ ബീഫ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവോള ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോ കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അടപ്പയിലൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ സവോള, ഇഞ്ചി മെയിൻ സാധനമായിട്ടുള്ള സവോളയും കൂടെ കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സവോള ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ചൊരു ബീഫ് മസാല ഇട്ടോ കേട്ടോ, കുറച്ച് മതി. അത് നല്ലതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മുടെ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അതിനകത്തോട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഇതിലോട്ട് കുറച്ച് വറുത്ത തേങ്ങാക്കൊത്തും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച നല്ല ഗരം മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൂടി മിക്സ്